മക്കളെ, നോൺ മെറ്റൽസ് അഥവാ അലോഹങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് 9 കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലെ. അപ്പൊ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ എനിക്കറിയാം അതൊരു വലിയ ചാപ്റ്റർ ആണ്, അതുകൊണ്ട് തന്നെ കുറെ മക്കൾക്ക് പഠിക്കാനൊക്കെ ഭയങ്കര പാടല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു ചാപ്റ്റർ ആണ് അല്ലെ. അപ്പൊ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നമുക്ക് ഇങ്ങനെ വീഡിയോസ് ഇവിടെ ക്വസ്റ്റ്യൻസും പഠിച്ച് ടോപ്പിക്കും ഒക്കെ പഠിച്ചുകൊണ്ട് അടിപൊളിയായിട്ട് പഠിച്ച് നമുക്ക് ഈ ചാപ്റ്റർ പുഷ്പം പോലെ ഈസി ആക്കണം. ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കേ, ദ ഇൻകംപ്ലീറ്റ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഓക്സിജൻ ഇസ് ഗിവൺ അല്ലെ. പരീക്ഷണശാലയിൽ ഓക്സിജൻ നിർമ്മിക്കുന്ന പ്രവർത്തനത്തിന്റെ രാസസമവാക്യം നമുക്ക് അപൂർണമായിട്ടാണ്, ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഈ ഇക്വേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, ഒന്ന് പൂർത്തിയാക്കണം. ഇപ്പൊ നമുക്കറിയാം പരീക്ഷണശാലയിൽ ഓക്സിജനെ നമുക്ക് ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് വേണ്ടത്? 2 ആൾക്കാരാണോ വേണ്ടത്? അല്ല, ഒരേ ഒരാൾ മതി അല്ലെ. ആരാണത്? യെസ്, പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആണ്. നല്ല പർപ്പിൾ കളറിലൊക്കെ ഇരിക്കുന്ന KMnO4 എന്ന് പറയുന്ന പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആണ് അല്ലെ. ഈ പെർമാംഗനേറ്റിനെ നമ്മൾ താപം കൊടുക്കുമ്പോൾ, ചൂടാക്കുമ്പോൾ അയാള് പൊട്ടാഷ്യം മാംഗനേറ്റ് ആയിട്ടും മാംഗനീസ് ഡയോക്സൈഡ് ആയിട്ടും ഓക്സിജൻ ആയിട്ടും ഡീകമ്പോസ് ചെയ്യും, വിഘടിച്ച് മാറും അല്ലെ. അപ്പൊ ഒരേ ഒരാള് മതി, കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇനി നോക്കിക്കേ, റൈറ്റ് ഡൗൺ ആൻ എക്സ്പെരിമെന്റ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ അല്ലെ. അതായത് ഓക്സിജൻ വാതകത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനായുള്ള പരീക്ഷണം എഴുതാം. എന്ത് ചെയ്യാം? ഈ പറയുന്ന ടെസ്റ്റ് ട്യൂബിന്റെ വായ് ഭാഗത്തേക്ക് അല്ലെ, ആ ഒരു മൗത്ത് റീജിയണിലേക്ക് നമ്മൾ ഒരു കത്തുന്ന ചന്ദനത്തിരി, എരിയുന്ന ചന്ദനത്തിരി കാണിച്ചാൽ മതി. ഒരു ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക് കൊണ്ട് കാണിച്ചാൽ മതി. ഫ്ലെയർ അപ്പ് ചെയ്യുന്നു, നല്ലതുപോലെ ആളി കത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. കാരണം എന്താ? നമ്മുടെ ഓക്സിജൻ എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ ബേണിംഗ്, കത്താൻ സഹായിക്കുന്ന വാതകമാണ് നമ്മുടെ ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പൊ ഓക്സിജന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് എരിയുന്ന ചന്ദനത്തിരി കാണിക്കുമ്പോൾ അത് ആളി കത്തുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി നോക്കിക്കേ, ലിസ്റ്റ് ഔട്ട് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ കുറച്ച് ഭൗതിക ഗുണങ്ങളെ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്തൊക്കെ പറയാം? എന്തൊക്കെ ഭൗതിക ഗുണങ്ങളാണ്? നിറമോ മണമോ രുചിയോ ഒന്നുമില്ലാത്ത ആളാണല്ലേ. എന്താ പറയുന്നേ? ആ കളർലെസ് ആണ്, ഒഡർലെസ് ആണ്, ടേസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് നമ്മുടെ ഓക്സിജൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇനി അതേപോലെ തന്നെ അന്തരീക്ഷ വായുവിനെ കാട്ടിലും ഡെൻസർ ആണ്. ആണോ? അറ്റ്മോസ്ഫിയറിക് എയറിനെ കാട്ടിലും മോർ ഡെൻസർ ആയിട്ടുള്ള ഒരാളാണ്. ശരിയല്ലേ ഞാൻ പറയുന്നത്? അതെ, അതായത് അയാളുടെ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ സാന്ദ്രത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ചുറ്റും ഇങ്ങനെ ഓക്സിജൻ നിൽക്കുന്നതും നമുക്ക് ബ്രീത്ത് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നതും. അപ്പൊ അറ്റ്മോസ്ഫിയറിക് എയറിനെ കാട്ടിലും ഡെൻസിറ്റി കൂടുതലായിട്ടുള്ള ഒരാളാണ്. ഓക്കെ, ഇനി നോക്കിക്കേ, ഗീവ് എ ഫ്യൂ യൂസസ് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ ഏതാനും ഉപയോഗങ്ങൾ എഴുതുക. എന്തൊക്കെ പറയാം? നമ്മൾ ബ്രീത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അതേപോലെ ഓക്സിജൻ ഹോസ്പിറ്റലുകളിലൊക്കെ ഓക്സിജൻ സിലിണ്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ബേൺ ചെയ്യാൻ, കത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അങ്ങനെ എത്ര വേണമെങ്കിലും ഉപയോഗങ്ങൾ നമുക്ക് എഴുതാം. ഇനി ഓക്സിജൻ ത്രയോറ്റോമിക തന്മാത്രയുടെ പേരെഴുതുക. നെയിം എ ട്രയോറ്റോമിക് മോളിക്യൂൾ ഓഫ് ഓക്സിജൻ. ആരാണ്? 3 ഓക്സിജൻ ചേർന്നുണ്ടാവുന്ന ഒരാളെ നമ്മൾ എന്താ വിളിക്കുക? ഓക്സിജൻ എന്ന് പറയുമ്പോൾ നോർമലി മോണോ അറ്റോമിക് ആണോ ഡയോ അറ്റോമിക് ആണോ? ആരാണ് ഓക്സിജൻ? ഓക്സിജൻ നമുക്കറിയാം അല്ലെ, 2 ഓക്സിജൻ ആറ്റങ്ങൾ ഇങ്ങനെ ഒരു ഡബിൾ ബോണ്ട്, ഒരു ദ്വിബന്ധനത്തിലൂടെ രൂപം കൊള്ളുന്ന ഒരു ഡയറ്റോമിക് മോളിക്യൂൾ അല്ലെ. ദ്വയറ്റോമിക തന്മാത്രയാണ് നമ്മുടെ ഓക്സിജൻ നോർമലി എന്ന് പറയുന്നത്. ഇതിനൊപ്പം ഒരു ഓക്സിജൻ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവർ ആരായിട്ട് മാറും? ഒരു ഓക്സിജൻ കൂടി ചേർന്ന് കഴിഞ്ഞാൽ 3 ഓക്സിജൻ ആറ്റമുള്ള O3 എന്ന് പറയുന്ന ഒരാളായിട്ട് മാറും. അയാളുടെ പേരെന്താ? നമ്മുടെ ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻസ് അല്ല, നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളൊക്കെ നിലനിന്ന് പോകാൻ സഹായിക്കുന്ന ഒരാളാണ്. അത് ആരാണ്? യെസ്, ഓസോൺ ആണ് അല്ലെ. ഓസോൺ ആണ്. അപ്പൊ ഓസോണിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് അല്ലെ, നമുക്കറിയാം അൾട്രാവയലറ്റ് റേസിനൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഓസോൺ ആണ് അല്ലെ. അപ്പൊ 3 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നുണ്ടാവുന്ന ഒരു ട്രൈ അറ്റോമിക് മോളിക്യൂൾ, ത്രയോറ്റോമിക തന്മാത്രയാണ് ഓക്സിജൻ ഓസോൺ എന്ന് പറയുന്നത്. ഇനി ഏത് അന്തരീക്ഷ പാളിയിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? വിച്ച് ഈസ് ദ അറ്റ്മോസ്ഫിയറിക് ലെയർ വേർ ദിസ് ട്രയോറ്റോമിക് മോളിക്യൂൾ ഓഫ് ഓക്സിജൻ ഇസ് സീൻ? എവിടെയാണ് മക്കളെ ഏറ്റവും കൂടുതൽ കാണുന്നത്? നമ്മുടെ അറ്റ്മോസ്ഫിയറിന് പല ലെയേഴ്സ് ഉണ്ട് അല്ലെ. അതിൽ ഏത് ലെയറിലാണ് കാണപ്പെടുക? സ്ട്രാറ്റോസ്ഫിയറിലാണ്
അല്ലെ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയറിക് ലെയറിലാണ് നമുക്ക് ഓസോണിനെ കാണാനായിട്ട് പറ്റും. ഇപ്പൊ തന്നെ ഓക്സിജന്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഓക്സിജനെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ പൊട്ടാഷ്യം പെർമാംഗനേറ്റിനെ ചൂടാക്കണം. ഓക്സിജന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാനുള്ള പരീക്ഷണം എന്താ? ഒരു ഗ്ലോയിങ് ഇൻസെൻസ് സ്റ്റിക്ക്, അല്ലെ ഒരു എരിയുന്ന ചന്ദനത്തിന് കത്തി കാണിക്കുക, അപ്പൊ അത് ആളിക്കത്തും, ഇറ്റ് ഫ്ലെയർസ് അപ്പ്. ഇനി ഓക്സിജന്റെ യൂസസ് നമ്മൾ കണ്ടു, ഓക്സിജന്റെ പ്രത്യേകതകൾ നമ്മൾ കണ്ടു, ഓസോണിനെ പറ്റി കണ്ടു കഴിഞ്ഞു. അപ്പൊ ഓക്സിജനെ പറ്റിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ നോൺ മെറ്റൽ വിച്ച് ഇസ് ദ ഫസ്റ്റ് എലമെന്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ഇസ് ദ മോസ്റ്റ് അബണ്ടന്റ് ഇൻ ദ യൂണിവേഴ്സ്. അല്ലെ ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ മൂലകമായ ഒരു ലോഹമാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. ഈ മൂലകം ഏതാണ്? വിച്ച് ഇസ് ദിസ് എലമെന്റ്? നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് എലമെന്റ് ആണ്. 1 എന്ന് പറയുന്ന അറ്റോമിക് നമ്പറുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ്. അത് ആരാണ്? യെസ്, ഹൈഡ്രോജൻ ആണ്. അല്ലെ ഹൈഡ്രോജൻ, H2 എന്ന് പറയുന്ന നമ്മുടെ ഹൈഡ്രോജൻ ആണ് ഈ മൂലകം എന്ന് പറയുന്നത്. ഇനി സജസ്റ്റ് ആൻ എക്സ്പെരിമെന്റ് ടു കൺഫേം ഇറ്റ്സ് പ്രസൻസ്. നോക്കിക്കേ, ഈ വാതക മൂലകത്തെ തിരിച്ചറിയുന്നതിനായുള്ള ഒരു പരീക്ഷണം എഴുതുക. നമുക്ക് എന്ത് കാണിക്കാം? എന്താ കാണിക്കാൻ പറ്റുക? ഒരു തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് കാണിച്ചു കൊടുക്കാം. ഒരു കത്തുന്ന തീപ്പെട്ടിക്കൊള്ളി കാണിച്ചാൽ അത് പോപ്പ് സൗണ്ടില് കത്തുന്നതായിട്ട് കാണും, അല്ലെ? അല്ലെങ്കിൽ ഇതിന്റെ അടുത്തേക്ക് കത്തുന്ന എന്തെങ്കിലും കൊണ്ടുവന്നാൽ അത് ആളി കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹൈഡ്രജൻ കത്തുന്ന വാതകമാണ്, അല്ലെ? സ്വയം കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾക്ക് പോപ്പ് ടെസ്റ്റ് എഴുതാം. പോപ്പ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു തീപ്പെട്ടിക്കൊള്ളി കാണിക്കുകയാണ്, ഒരു മാച്ച് സ്റ്റിക്ക് കാണിക്കുകയാണ്. അപ്പൊ അത് പോപ്പ് സൗണ്ടിൽ ബേൺ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. പോപ്പ് ശബ്ദത്തോടു കൂടി ആളി കത്തുന്നതായിട്ട് കാണാം, അല്ലെ? ആ ഒരു പോപ്പ് സൗണ്ടിന്റെ അർത്ഥം എന്ന് പറയുന്ന പോപ്പ് സൗണ്ടിന്റെ അർത്ഥം എന്താ? അവിടെ ഹൈഡ്രജൻ വാതകം കത്തി എന്നാണ് അർത്ഥം. ഓക്കെ അല്ലെ? ഇനി വൈ ഡു ദ ബലൂൺസ് ഫീൽഡ് ദിസ് ഗ്യാസ് റൈസസ് അപ്പ്? ഈ വാതകം നിറച്ച ബലൂണുകൾ മുകളിലേക്ക് ഉയർന്നു പോകുന്നത് എന്തുകൊണ്ടാ? ഹൈഡ്രജൻ ബലൂൺസ് നമ്മൾ പൂരപ്പറമ്പിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്, അല്ലെ? ഈ ഹൈഡ്രജൻ ബലൂണിനെ വിട്ട് കഴിഞ്ഞാൽ അത് മേലേക്ക് പറന്നു പോകും. എന്തുകൊണ്ടാണ് അങ്ങനെ പറന്നു പോകുന്നത്? കാരണം നമുക്കറിയാം, ഹൈഡ്രജൻ ഈസ് ലെസ് ഡെൻസർ ദാൻ എയർ. ശരിയാണോ? ലെസ് ഡെൻസർ ദാൻ എയർ ആണോ മക്കളെ? വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്, അല്ലെ? അങ്ങനെ സാന്ദ്രത കുറവായതുകൊണ്ടാണ് അവരിങ്ങനെ വിട്ടുകഴിഞ്ഞാൽ മേലേക്ക് പോകുന്നത്. ഓക്സിജൻ എങ്ങനെയായിരുന്നു? ഓക്സിജൻ ആണെങ്കിൽ ഡെൻസിറ്റി കൂടുതലാണ്, അല്ലെ? സാന്ദ്രത കൂടുതലാണ്. അതുകൊണ്ടാണ് ഓക്സിജൻ താഴേക്ക് വരുന്നതും നമുക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് പറ്റുന്നതും. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ടർ ഈസ് ഫോൺ ബൈ ദ കമ്പഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഹൈഡ്രജൻ ഓക്സിജൻ ജ്വലിച്ചാലാണ് ജ്വലം ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ നെയിം 2 ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ 2 ഐസോടോപ്പുകളുടെ പേരെഴുതുക. ഏതൊക്കെയാ? ഹൈഡ്രജന് പ്രധാനമായിട്ടും 3 ഐസോടോപ്പുകളാണ്, അല്ലെ? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. 1H1 അറ്റോമിക് നമ്പർ മാസ് നമ്പർ 1 ആയിട്ടുള്ള നമ്മുടെ പ്രോട്ടിയം. ഇനി 1H2 അറ്റോമിക് നമ്പർ 1 ആണ്, മാസ് നമ്പർ 2 ആയിട്ടുള്ള നമ്മുടെ ഡ്യൂട്ടീരിയം. ഇനി അറ്റോമിക് നമ്പർ 1ഉം മാസ് നമ്പർ 3ഉം ആയിട്ടുള്ള ട്രിഷിയം. അപ്പൊ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം, ഇത് 3ഉമാണ് ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ. ഇനി വാട്ട് ഈസ് ഹെവി വാട്ടർ? അല്ലെ, ഘനജലം എന്ന് പറഞ്ഞാൽ ആരാണ്? ഹെവി വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരാ മക്കളെ? D2O ആണ്, അല്ലെ? ഡി എന്ന് പറഞ്ഞാൽ ആരെയാണ് സൂചിപ്പിക്കുന്നത്? അത് ഡ്യൂട്ടീരിയത്തെയാണ്. ശരിയല്ലേ? 2 ഡ്യൂട്ടീരിയം ആറ്റങ്ങൾ ഒരു ഓക്സിജനുമായിട്ട് ചേരുമ്പോൾ, നോർമലി നമ്മുടെ 2 ഹൈഡ്രജൻ ആറ്റം ഓക്സിജനായിട്ട് ചേരുമ്പോഴാണ് നമ്മളൊക്കെ കുടിക്കുന്ന നമ്മുടെയൊക്കെ ജീവന്റെ തന്നെ അടിസ്ഥാനമായിട്ടുള്ള വാട്ടർ ഫോം ചെയ്യുക, അല്ലെ? ഈ ഹൈഡ്രജന് പകരം ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആയിട്ടുള്ള ഡ്യൂട്ടീരിയം കമ്പൈൻഡ് ആയാൽ, ഡ്യൂട്ടീരിയം ചേർന്ന് കഴിഞ്ഞാൽ, അല്ലെ, ഹെവി വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഘനജലം നമുക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇനി റൈറ്റ് ഡൗൺ 2 യൂസസ് ഓഫ് ഹെവി വാട്ടർ. ഘനജലത്തിന്റെ 2 ഉപയോഗങ്ങൾ പറയാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, അല്ലെ? അതേപോലെ തന്നെ വേറെന്താ മക്കളെ? ഘനജലത്തിന്റെ വേറൊരു ഉപയോഗം എന്താണ്? ഡ്യൂട്ടീരിയത്തെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? ഡ്യൂട്ടീരിയത്തിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഘനജലം അഥവാ ഹെവി വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ പ്രൈം ഗ്യാസ്
പ്രസന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ? അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള വാതകം ഏതാണ്? ഇതിന്റെ ആൻസർ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജനും ഹൈഡ്രജനും നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ ടോപ്പിക്കുകളിൽ നിന്നും എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരാമെന്ന് എന്റെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ സ്റ്റേ ട്യൂൺ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ടാറ്റാ ബാബി. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് പറഞ്ഞു കൊടുക്കാൻ മറക്കരുത്. അതേപോലെ ഈ ചോദ്യത്തിന്റെ ഉത്തരം കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.